നാളെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ക്ലാസ് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? നമ്മൾ പഠിച്ചാണ്ട് ആന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനുമാണ്. പഠിച്ചു വെക്കണം. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? ആന്റോണിയോ കോസ്റ്റ ആൻഡ് ഉർസുല വോൺ ഡെർ ലെയൻ. ഇവര് യൂറോപ്യൻ കമ്മീഷനിൽ നിന്ന് വന്ന അംഗങ്ങളാണ്. അതായത് ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. അതോടൊപ്പം തന്നെ ഉർസുല വോൺ ഡെർ ലെയൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. പഠിച്ചു വെക്കണേ. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? ആന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനും. ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്, ഉർസുല വോൺ ഡെർ ലെയൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്. ക്ലിയർ ആണ്? 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ കേട്ടോ. 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ അർദ്ധസൈനിക സേനയായ CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലെ രാജ്യത്തെ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? സിമ്രാൻ ബാലയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയായിട്ടുള്ള CRPF ഇല്ലേ, CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന ആ പരേഡിൽ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സിമ്രാൻ ബാലയാണ്. ഈ സിമ്രാൻ ബാല ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ നൌഷേര സ്വദേശിയാണ് കേട്ടോ. അപ്പൊ ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ നൌഷേര സ്വദേശിയാണ് സിമ്രാൻ ബാല. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂരാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറാണ്. പഠിച്ചു നോക്കണേ. മെയ് 7 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പഠിച്ചു നോക്കണം. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് എന്താണ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ നിയോഗിച്ച വനിത, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടപടികളെ കുറിച്ച് പ്രസ് മീറ്റിൽ വന്ന് വിശദീകരിക്കാൻ നിയോഗിച്ച വനിതകൾ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. മറക്കരുതേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാൻ നിയോഗിച്ച വനിതകൾ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. അടുത്ത പോയിന്റ്, 2025 മാർച്ച് 28 മ്യാൻമറിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിന്റെ പഴയ പേരല്ലേ ബ്രഹ്മാന്ന്. പഠിച്ചു വെക്കണം. 2025 മാർച്ച് 28 മ്യാൻമറിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. റീസെന്റ് ആയിട്ട് നടന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്ത പോയിന്റ്, ദിത്വ ചുഴലിക്കാറ്റിൻ ആഘാതം ഏൽപ്പിച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ദൗത്യം എന്നാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു സാഗർ ബന്ധു അല്ലേ, നമ്മൾ കടലാതിർത്തിയല്ലേ പങ്കിടുന്നത് ശ്രീലങ്കയുമായിട്ട്. അപ്പൊ നമ്മുടെ ഒരു സാഗർ ബന്ധുവാണ്. അപ്പൊ കണക്ട് ചെയ്തോണം. സാഗർ എന്ന് പറഞ്ഞാൽ കടലല്ലേ. അപ്പൊ പഠിച്ചു വെക്കണം. ദിത്വ ചുഴലിക്കാറ്റ് ആഘാതം ഏൽപ്പിച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. അടുത്ത പോയിന്റ്, 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സുദർശൻ പട്നായിക് ആണ് കേട്ടോ. സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായിക്. പഠിച്ചു വെക്കണം. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്.
അതോടൊപ്പം തന്നെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് നാരായണനാണ് കേട്ടോ. നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് നാരായണനാണ്. അതുപോലെ തന്നെ 2020 നടക്കുന്ന ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രഗതി, വികാസ് എന്നതാണ് ഭാഗ്യചിഹ്നങ്ങളായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്, സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് ഏത് സ്ഥാപനമാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് ഏത് സ്ഥാപനമാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി CBI പുറത്തിറക്കിയ AI ചാറ്റ്ബോട്ടിന്റെ പേരെന്താണ്? അഫൈ ആണ് കേട്ടോ, അഫൈ. അപ്പൊ ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി CBI പുറത്തിറക്കിയ AI ചാറ്റ്ബോട്ടിന്റെ പേരെന്താണ്? അഫൈ ആണ്, അഭയ്. അടുത്ത പോയിന്റ്, 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ? ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസും 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡയും ആണ് കേട്ടോ. അതുപോലെ തന്നെ 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി, അമേരിക്കയാണ്. അമേരിക്കയിലെ മിയാമിയാണ് 2026 G20 ഉച്ചകോടിക്ക് വേദിയാകാൻ പോകുന്ന നഗരം, മിയാമി, അമേരിക്ക. 2025 G20 ഉച്ചകോടി നടന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലാണ്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കാറയാണ് കേട്ടോ, തുർക്കിയിലെ അങ്കാറയാണ്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദി ആകുന്നത് അങ്കാറ, തുർക്കിയാണ്. 2025 നാറ്റോ ഉച്ചകോടി നടന്നത് നെതർലൻഡ്സിലെ ഹേഗിലാണ്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ആകാൻ പോകുന്നത് അസർബൈജാനാണ് കേട്ടോ, അസർബൈജാനാണ്. ഇനി 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യമായത് ദക്ഷിണ കൊറിയയാണ്, സൗത്ത് കൊറിയയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമേ, 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP31 വേദിയാകുന്നത് അന്റാലിയ, തുർക്കിയാണ് കേട്ടോ. COP31 വേദി എവിടെയാണ്? അന്റാലിയ, തുർക്കിയാണ്. COP30 2025 COP30 വേദിയായത് ബ്രസീലിലെ ബെലേമാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഇൻഡെക്സുകളിൽ നിന്നൊരു മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതൊരു വേൾഡ്, അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്ന ഇൻഡെക്സുകളിൽ, സൂചികകളിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 അഥവാ ആഗോള സന്തോഷ സൂചിക 2026 ഒന്നാം സ്ഥാനം നമ്മുടെ ഫിൻലൻഡ് ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനമാണ്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025-26 അഥവാ UN മാനവ വികസന സൂചിക 2025-26 ഒന്നാം സ്ഥാനം ഐസ്ലൻഡുമാണ്. ഇന്ത്യയുടെ റാങ്ക് 130ാം റാങ്ക് ആണ്. അവസാന സ്ഥാനം ദക്ഷിണ സുഡാനാണ് കേട്ടോ. അതോടൊപ്പം തന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 അവസാന സ്ഥാനം വഹിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ, അഫ്ഗാനിസ്ഥാൻ. അതോടെ അറിഞ്ഞിരിക്കണേ. അടുത്തത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2026 അഥവാ ആഗോള പട്ടിണി സൂചിക 2026 നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 102ാം റാങ്കാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള രാഷ്ട്രം സോമാലിയാണ്. ഇന്ത്യയുടെ റാങ്ക് 102ാം റാങ്കാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ടെലഗ്രാമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 1 hour ലൈവ് സെക്ഷൻ പ്ലസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്. അതായത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇവിടെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ നിരവധി പരീക്ഷകളാണ് വരുന്നത്. 6 മാസത്തിനുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ്. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലിയർ ആക്കി പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള കൂട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 75ാം സ്ഥാനമാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2026 ഇന്ത്യയുടെ സ്ഥാനം 75 ആണ്. എന്നാൽ 2025 85 ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 75 ആണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസയില്ലാതെ യാത്ര ചെയ്യാം. എത്ര രാജ്യങ്ങളിലേക്കാണ്? 56 രാജ്യങ്ങളിലേക്കാണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനും അതുപോലെ തന്നെ അവസാന സ്ഥാനം അഫ്ഗാനിസ്ഥാനും ആണ്. അടുത്തത്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2026 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 151ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം നോർവേ ആണ്. തുടർച്ചയായ 10ാം വർഷമാണ് നോർവേ ഈ പട്ടികയിൽ ഒന്നാമത് ആകുന്നത്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ് നമുക്ക് പ്രധാനപ്പെട്ട അവാർഡ്സ് ഒന്ന് പഠിച്ചു പോവാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. ആരാണ് EP രാജഗോപാലൻ? സാഹിത്യ വിമർശകനാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. കൃതി ഏതാണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീയാണ് കേട്ടോ. നോവലിസ്റ്റ് ആയിട്ടുള്ള R രാജശ്രീയാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേത്തിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേത്തിൽ രാധാകൃഷ്ണനാണ്. മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. അടുത്ത പോയിന്റ്, 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2025 ONV യുവ കവി പുരസ്കാരം ലഭിച്ചത് അമൃത ദിനേശ് എന്ന കവയിത്രിക്കാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ അഥവാ MM നരവനയുടെ ആത്മകഥയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ മനോജ് മുകുന്ദ് നരവനെ അഥവാ MM നരവനയുടെ ആത്മകഥയാണ്. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവാരാണ്? ദലൈലാമയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവ് ദലൈലാമയാണ്. അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോൾനെസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് അംഗീകാരം ലഭിച്ചത്. ഒന്നുകൂടെ പറയാം. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോൾനെസ് ദ ദലൈലാമ എന്ന ഓഡിയോ ബുക്കിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ മിസൈൽ വനിത അഥവാ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞയ്ക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ ടെസി തോമസിനാണ് കേട്ടോ. അപ്പൊ 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യൻ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസിനാണ്. അടുത്ത പോയിന്റ്, ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസ് 2026 അർഹനായ ഇന്ത്യൻ വംശജനാരാണ്? വീരഭദ്രൻ രാമനാഥനാണ് കേട്ടോ. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസ് 2026 അർഹനായ ഇന്ത്യൻ വംശജനാരാണ്? വീരഭദ്രൻ രാമനാഥനാണ്.
2026 എന്തിന്റെയൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? എന്തിന്റെയൊക്കെയാണ്? സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം അഥവാ ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം അഥവാ ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്ട്രോൾസ് ആണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാർമർ കേട്ടോ. അപ്പം ഇത്രയും 2026 എന്തിന്റെയൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടും പ്രഖ്യാപിച്ചു. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ് നോക്കാം. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട് കേട്ടോ. പഠിച്ചു വെക്കണേ. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി. അടുത്ത പോയിന്റ്, പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് ന്യൂ സ്വർണിമ പദ്ധതി കേട്ടോ. ന്യൂ സ്വർണിമ പദ്ധതി. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനമാണ് സജേത് പോർട്ടൽ കേട്ടോ. പഠിച്ചു വെക്കണേ. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനമാണ് സജേത് പോർട്ടൽ. അടുത്ത പോയിന്റ്, ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ് കേട്ടോ. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. അതുപോലെ തന്നെ 100% അർബുദ അഥവാ ക്യാൻസർ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്. പറഞ്ഞാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് എവിടെയാണ്? തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ജപ്പാനുമായിട്ടുള്ള ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? ലൂപ്പെക്സ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ജപ്പാനുമായുള്ള സംയുക്ത ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? ലൂപ്പെക്സ്. ലൂപ്പെക്സിന്റെ ഫുൾ ഫോം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നാളത്തെ പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പേ ഡിഗ്രി പ്രിലിംസുമായിട്ട് ഇട്ട നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ മാക്സിമം എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ PYQ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി നിങ്ങൾ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. മാർക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പൊ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.